ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞ ഒരു ഉപമയുണ്ട്, അതൊരു വിരുന്നിൻ്റെ ഉപമയാണ്. ഒരു വ്യക്തി വലിയൊരു വിരുന്ന് സംഘടിപ്പിച്ചു, ഒത്തിരി പേരെ ക്ഷണിച്ചു. സമയമായപ്പോൾ അദ്ദേഹം എല്ലാവരെയും ക്ഷണിക്കുവാനായിട്ട് ഭൃത്യന്മാരെ അയക്കുകയാണ്. വചനം ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ ലൂക്കാ രചിച്ച സുവിശേഷം 14-ാം അധ്യായം 17-ാം വാക്യം. സത്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ചു, ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. അപ്പോൾ ഈ ദാസന് ഇവിടെയാണ് പറയുകയാണ് എല്ലാം ഇത് തയ്യാറായിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യജമാനൻ മറ്റുള്ളവർക്ക് വേണ്ടതായി എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. ഇനി അവർ വന്ന് വിരുന്ന് ആസ്വദിച്ചാൽ മതി. പക്ഷെ നമ്മൾ ആ ഉപമയിലൂടെ പോകുമ്പോൾ അറിയാം, ഓരോരുത്തരും ഓരോരോ എക്സ്ക്യൂസ് പറയുകയാണ്, ഒഴിവുകഴികൾ പറയുകയാണ്. അവരെല്ലാം പുറത്താക്കപ്പെടുക. പകരം ആരെ കയറി വരുന്നത്? തഴയപ്പെട്ടവർ, വികലാംഗര്, മുടന്തര്, ഇങ്ങനെ ഓരോരുത്തരെ ക്ഷണിക്കുക. അവരെല്ലാം വരുന്നു വിരുന്ന് ആസ്വദിക്കുക. നിനക്ക് വേണ്ടി സ്വർഗരാജ്യത്തിൽ ദൈവം വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. വിരുന്നുശാല റെഡിയാണ്. പോയി ആസ്വദിച്ചാൽ മതി. നിന്റെ മനസ്സിൽ എപ്പോഴുണ്ടായിരിക്കണം, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം കാത്തിരിക്കുന്നു, വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. ആ ഒരു ചിന്ത നിന്റെ ജീവിതത്തെ എപ്പോഴും നയിക്കണം. ഈ ഒരു ചിന്ത ഇല്ലാതെ വരുമ്പോഴാ ജീവിതത്തിലേക്ക് കുറവുകളും പാപങ്ങളൊക്കെ കടന്നു വരിക, നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോവുക. നല്ലൊരു വിരുന്നൊരുക്കി ഒരാൾ കാത്തിരിപ്പുണ്ടെന്നുള്ള ഓർമ്മ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വിരുന്നുശാലയിലെത്തും. ആ ഓർമ്മ നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുക. ഈശോയെ, ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. സ്വർഗീയ വിരുദ്ധെ പങ്കുചേരാൻ തക്ക രീതിയിൽ എപ്പോഴും ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പഠിപ്പിക്കണമേ. ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ. നന്മകൾ കൊണ്ടും സംരക്ഷണം കൊണ്ടും നിറയ്ക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.